നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, ഇവളെ ഞാൻ അടിക്കണോ അതോ നിങ്ങളോ? ശാരദാമ്മേ, എന്താ ഇത്? അവൾ എന്തിനാ അടിക്കുന്നേ? അവൾ എന്ത് തെറ്റിയിട്ടാ? രാഘവേട്ടന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാകൂ. ആയുസ്സും ആരോഗ്യമുള്ള കാലത്തോളം ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ അനുവദിക്കാറില്ല തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളാരും. ശാരദാമ്മേ, അതൊക്കെ പഴയ കാഴ്ചപ്പാടല്ലേ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. വിഷ്ണുവേട്ടൻ ഒരു ചായ ഉണ്ടാക്കിയെന്ന് കരുതി ഈ വീടിന് മുകളിലെ ആകാശത്തിന് വിള്ളലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ശ്യാമേ, ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞാ മതി. പരിഹരിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എടി ശ്യാമേ, ശ്യാമേ, സത്യമേ. ശാരദാമ്മ എന്തിനാ വന്നത്? അത് ഞാൻ സത്യാമ്മയ്ക്ക് മുട്ടുവേദനയാണെന്ന് ശാലിനി പറഞ്ഞു. രാത്രിയിൽ മുട്ടുവേദന വരുന്നത് വലിയ കുഴപ്പമെന്നാ പറയുന്നത്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ വേദന. നാരായണൻ വൈദ്യരുടെ ചികിത്സ കൊണ്ട് വേദന അങ്ങ് മാറി. വൈദ്യരെ കണ്ട് കുറച്ച് കുഴമ്പും കഷായൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ദാ. എന്റെ മുട്ടുവേദനയ്ക്കുള്ള മരുന്നാ ഇതല്ലേ? കൊണ്ടുപോയി തുലയ്ക്ക് ശാരദാമ്മേ നിങ്ങളുടെ എണ്ണയും കുഴമ്പും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്ക്, എന്നിട്ട് എന്റെ മുട്ടിന്റെ കാര്യം നോക്ക്. രാഘവേട്ടൻ ഇതിൽ ഇടപെടരുത്. ശാരദാമ്മേ, നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞതാ എന്നെ സോപ്പിടാൻ വരരുതെന്ന്. അത് അപ്പോ എന്നെയും കൊണ്ടുപോയിട്ട് നിങ്ങളെ എഴുന്നള്ളിച്ചിരിക്കുന്നു. ഇല്ല സത്യമേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? കളക്ടർ ആവാൻ ഇവൾക്ക് ഇന്റർവ്യൂവിന് പോകാൻ. ഇപ്പൊ തന്നെ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളാ നിങ്ങളുടെ മക്കൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവള് കളക്ടറും കൂടി ആയാലത്തെ അവസ്ഥ എന്തായിരിക്കും? കളക്ടറമ്മയ്ക്കും അവളുടെ അനിയത്തി കൊച്ചമ്മയ്ക്കും ഞാൻ ചായ ഇട്ട് കൊടുക്കേണ്ട ഗതി വരും. സത്യമേ, മിണ്ടി പോകരുത്. മക്കളെ വളർത്തി വെച്ചേക്കുന്നു. അമ്മ, ശാരദാമ്മേ, സാരമില്ല രാഘവേട്ട. ശാരദയ്ക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അമ്മ, അമ്മ തൊട്ടുപോരു തന്നെ. മോള് സമയം പോലെ സത്യാമ്മയ്ക്ക് ഇതൊക്കെ ഇട്ടു കൊടുക്കണം. ആരെയും പ്രീതിപ്പെടുത്താനോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടി കൊണ്ടുവന്നതല്ല ഇത്.
മരുന്നിനോട് വിരോധം വേണ്ടാന്ന് സത്യാമ്മയോട് പറഞ്ഞേക്ക്. ഞാൻ ഇറങ്ങാം മോളെ. ശാരദാമ്മേ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ. വേണ്ട. ആഹാ. അമ്മ അമ്മ ശ്ശേ. അമ്മ 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 ഇങ്ങനെ പോവാതെ. മാറടി മുന്നീന്ന്. അമ്മ അമ്മ പ്ലീസ്. ദേ, എന്റെ വായി വരുന്നൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയണ്ടെന്ന് കരുതിയാ ഞാൻ. അപ്പൊ നീ അതിന് സമ്മതിക്കില്ല അല്ലേ? അമ്മ എന്നെ ഇനി വഴക്കോ ചീത്തയോ എന്ത് വേണേലും പറഞ്ഞോ, അല്ലെങ്കിൽ എന്നെ അടിക്കണോ അടിച്ചോ. പക്ഷെ ഇങ്ങനൊന്നും പറയാതെ പോയി കളയല്ലേ. വേറെന്താടി ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് നിന്റെ അനിയത്തിക്ക് ഒരു പൂമാലയും ചെണ്ടും കൂടി വാങ്ങിച്ചു തരട്ടെ? കല്യാണം കഴിപ്പിച്ചയച്ച 2 പെൺമക്കളെ കാണാൻ അവരുടെ വീട്ടിൽ വന്നപ്പോ എന്റെ മക്കൾ അമ്മയ്ക്ക് ഒരിക്കൽ സ്വീകരണം എന്തായാലും കൊള്ളാം. അമ്മ സത്യാമ്മ ഇത് പെട്ടെന്നൊരു ദേഷ്യത്തില്. സത്യാമ്മയല്ല, സത്യാമ്മയല്ല, ഈ ഞാനാടി കൂട്ടുകാരി. ഞാൻ അമ്മ കെട്ടിച്ചു വിട്ട പെണ്ണിന് ഒരു ഗ്ലാസ് ചായ ഇടാൻ അറിയില്ലെങ്കിൽ അതിടാൻ ഒരു ആണിന്റെ കൈ സഹായം വേണമെങ്കിൽ കുറ്റം അവളുടെ ആണെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ അല്ല. പെറ്റ് വളർത്തി വലുതാക്കിയ ഈ അമ്മയുടെ തന്നെയാടി. ഇതിപ്പോ ഒരു അപമാനം ഒരു അമ്മയ്ക്ക് ഉണ്ടാവാനില്ല. ഇതിലും ഭേദം നീ നിന്റെ അനിയത്തിയും കൂടി ഈ വീടിന്റെ പിന്നാമ്പറത്ത് എന്നെ അങ്ങ് കുഴിവെട്ടി മൂടുന്നതായിരുന്നു. എന്താ അമ്മ ഇത്? കൂട്ടത്തിൽ ഇളയതാണെന്നുള്ള പരിഗണന ശ്യാമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവളെ ഉടനെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എങ്കിലും അവള് കല്യാണം കഴിച്ച് സത്യമ്മയുടെ വീട്ടിലേക്ക് പോന്നപ്പോഴേ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ നീ ഉണ്ടല്ലോ. ശ്യാമയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയാല് എന്റെ സ്ഥാനത്ത് നിന്ന് നീ അത് പരിഹരിച്ചോളൂല്ലോ എന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എല്ലാം വെറുതെയായി. കുറ്റം എന്റേത് തന്നെയാടി. മറ്റുള്ള അമ്മമാര് വളർത്തിയതുപോലെ ഒന്നുമല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. കുഞ്ഞുനാളിലെ വലിയ വലിയ സ്വപ്നങ്ങളാ നിന്റെയൊക്കെ തലയിലോട്ട് എടുത്ത് വച്ചു തന്നത്. മക്കൾ അതൊക്കെ ആയിത്തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാ ചായ ഗ്ലാസ് കഴുകിയും നാട്ടുകാരുടെ എച്ചിലെല്ലാം എടുത്ത് ജീവിതം തീർത്തു. എന്നിട്ടോ ആഗ്രഹിച്ചെടുത്ത് മക്കളെത്തിയോ? അതുമില്ല. എടി, അത്യാവശ്യം മനുഷ്യന്മാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയോ നിനക്കൊക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.